ഹായ് നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. ഇത് കോരി കിട്ടിയത് നമുക്ക് മീൻ. അപ്പം കരിമീനുണ്ട്, ഞണ്ടുണ്ട്, കൊഞ്ച്, ഇത് തള്ളിക്കൊഞ്ചെന്ന് പറയും. തള്ളിക്കൊഞ്ച് കുറേ അടിയിലോട്ട് കിടപ്പുണ്ട്. പിന്നെ ചെറിയ പള്ളത്തി. ഇത്രയും മീനാണ് നമുക്കിന്ന് കോരി കിട്ടിയേക്കുന്നത്. ഇത് നമുക്കൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം. നമ്മുടെ കരിമീനും പള്ളത്തിയൊക്കെ നമ്മൾ ഏകദേശം എല്ലാം വെട്ടി തീർന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചതമ്പലൂടെ ഒന്ന് കളയണം. അപ്പം എന്നിട്ട് പിന്നെ നമ്മുടെ കൊഞ്ച് നമുക്ക് പിച്ചിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ചേട്ടനും കുട്ടനും കൂടെ പോയി കോരിയതാണ്. നല്ല വെള്ളപ്പറ്റായിരുന്നു മീൻ കോരാൻ പറ്റിയ. പക്ഷെ അവർ കോരാൻ ഇറങ്ങിയത് ഒരു 9:30 ആയതിനു ശേഷം. ആ സമയമായപ്പോഴത്തേക്ക് ഭയങ്കര കയറ്റം കയറി വന്നു. എന്നാലും നമുക്ക് അത്യാവശ്യത്തിനുള്ള മീൻ കിട്ടി. നമ്മുടെ കറിക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇറങ്ങി കോരാഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, രാവിലെ ഒരു ചെറിയ ചാറ്റമഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇറങ്ങി കോരാഞ്ഞ എല്ലാവരും അങ്ങ് മടിച്ചായിരുന്നു. നമുക്ക് മറ്റല്ലാതെ എന്തെങ്കിലും മീൻ വാങ്ങിക്കാമെന്നുള്ളത് വിചാരിച്ചായിരുന്നു. അപ്പം കുറേ ദിവസമായി നമ്മൾ കടമീനൊക്കെയാണ്. കുറച്ച് ദിവസം മീൻ ഇല്ലായിരുന്നു. പിന്നെ 2-3 ദിവസമൊക്കെ നമ്മൾ കടമീനായിരുന്നു മേടിക്കുന്നത്. അപ്പം ഇന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്ന കരിമീൻ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് കറി വെക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഇറങ്ങിയപ്പോൾ ഒരുപാട് താമസിച്ചു പോയി. അപ്പോൾ അതാണ് നമുക്ക് മീൻ കിട്ടാൻ താമസിച്ചത്. മീൻ കുറഞ്ഞു പോയത്. കിട്ടാൻ താമസിച്ചല്ല, മീൻ കിട്ടാതെ പോയത്. അല്ല, നമ്മൾ ഏകദേശം കോരുമ്പോൾ നമുക്ക് എങ്ങനെയായാലും ഒരു നല്ല 2-3 കറിക്കുള്ള മീൻ കിട്ടുമായിരുന്നു. അപ്പോൾ നമ്മുടെ മീനെല്ലാം നല്ലതുപോലെ വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തേച്ച് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ നമ്മുടെ കൊഞ്ചുണ്ട്, ഇത്രയും കൊഞ്ചുണ്ട്. ഇനി നമ്മൾ ഈ പള്ളത്തി നമ്മുടെ ഈ ചെറിയ മൺകലത്തിലോട്ട് ഇട്ട് തേച്ച് മൺകലത്തിലിട്ട് തേച്ച് കഴിയുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നല്ലതുപോലെ വെളുത്ത് കിട്ടും. നല്ലതുപോലെ വെള്ളി പോലെ വെളുക്കും പള്ളത്തി. അപ്പോൾ നമുക്ക് ഈ മൺകലത്തിലിട്ടും തേച്ച് കഴുകുക. ഈ അഭ്യാസം വേണ്ട. അപ്പോൾ നമ്മൾ മീനെല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളത്തിനകത്തും ആ മീനിനകത്തും കൂടെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് വെക്കാം. മീനിൻ്റെ ചേറിൻ്റെ ഒരു സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് ഒന്ന് ഈ ഉപ്പുവെള്ളത്തിൽ കിടന്ന് അതിൻ്റെ ചേറിൻ്റെ അതൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് പോകട്ടെ. ഇനിയിപ്പോൾ ഇത് കിടക്കട്ടെ. നമുക്കിനി ബാക്കി സാധനങ്ങളൊക്കെ കറിക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ തിരിങ്ങി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരച്ചിട്ട് ഇതിലേക്ക് ചുവന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി. ഇതൊന്ന് അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ കറിക്കുള്ള അരപ്പെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. സ്റ്റൗ ഒന്ന് കത്തിക്കട്ടെ. ചട്ടി വെച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ചട്ടി ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്നിട്ട് നമ്മൾ ഇനി ഉലുവായിട്ട് കൊടുക്കാം. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം.
പച്ചമുളക് ഇട്ട് കൊടുക്കാം. 4 പച്ചമുളക് എടുക്കണം നമ്മൾ. തക്കാളി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ കുടംപുളി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളിയും പച്ചമുളകും എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. അരപ്പൊഴിച്ചു. കുറച്ച് വെള്ളം കൂടെ ചേർക്കാം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒന്ന് മൂടി വയ്ക്കാം. അത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇനി ഒന്ന് അടച്ചു വെക്കട്ടെ. ഒന്ന് തിളച്ച് നല്ലപോലെ ഒന്ന് മരപ്പ് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ തിളച്ച് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ വലിയ കരിമീനും ചെറിയ പള്ളത്തിയും എല്ലാം കൂടെ നമ്മളൊന്ന് വറക്കാൻ എടുത്ത് വെച്ചിരിക്കുക. അപ്പം നമ്മൾ ഞണ്ടും കൊഞ്ചും ചെറിയ കരിമീൻ പള്ളത്തിയും കൂടെയാണ് കറി വെക്കുന്നത്. മീൻ നല്ലപോലെ ഇളക്കിയിട്ട് കൊടുക്കട്ടെ. അരപ്പിനകത്ത് ചേർന്ന് ഇടക്കട്ടെ. നമുക്ക് അടച്ചു വെക്കട്ടെ. അവിടെ നിന്നും വേവട്ട് മീൻ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെന്തൊന്ന് പറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഇറക്കാം. കറി നല്ലതുപോലെ പറ്റിയിട്ടുണ്ട്. കറി നല്ലതുപോലെ വെന്ത് പറ്റി. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. സ്റ്റവ് ഒന്ന് ഓഫാക്കട്ടെ. ഇനി ഒന്ന് അടച്ചു വെക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഞണ്ടും കരിമീനും കൊഞ്ചും കൂടി ഇട്ട് കറി വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനതൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ചൂടുണ്ട്. ചൂട് ചോറും ചൂട് കറിയും നല്ല ചൂടുണ്ട്. ചോറും ഭയങ്കര ചൂടാണ്. എല്ലാം 3 എണ്ണം കൂടെ ഇട്ട് കറി വെച്ച് 3 സൈസും കൂടെ ഇട്ട് കറി വെച്ചുകൊണ്ട് കറിക്ക് ഒരു പ്രത്യേക രുചിയാണ്. എല്ലാത്തിൻ്റെയും കൂടെ രുചി ഒന്നിച്ചിറങ്ങും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ വരുന്നത്. എല്ലാവർക്കും ബൈ. ഞാനിതൊന്ന് കഴിക്കട്ടെ.